എൻ്റെ നല്ലയമ്മ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയം ഓരോ ജീവിതത്തിൻ്റെയും വഴികാട്ടിയും സംരക്ഷകയുമായി മാറുന്ന നിരവധി അനുഭവങ്ങൾ ഇന്നും സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം പരിശുദ്ധയമ്മ നേർവഴിക്ക് നയിച്ച ഒരു ജീവിതമാണ് ഈ വന്യ പുരോഹിതൻ്റേത്. ഇത് ആചാര്യ ഫാദർ മരിയാനന്ദ്. സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിലും ചൈതന്യത്തിലും അടിസ്ഥാനമിട്ട് ആദ്യമായി രൂപീകൃതമായ താപസ സന്യാസ ജീവിതത്തിൻ്റെ സ്ഥാപകനും അമരക്കാരനും. ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന ഗ്രാമത്തിൽ ബെനഡിക്റ്റൻ താപസ ജീവിതത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് സ്ഥാപിച്ച ദിവ്യകാരുണ്യ മാതാ ബെനഡിക്റ്റൻ മൊണാസ്ട്രിയിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പരിശുദ്ധയമ്മ അനുദിനം വഴി നയിച്ച നിരവധി അനുഭവങ്ങളാണ്. എൻ്റെ പേര് ഫാദർ മരിയാനന്ദ്. ഞാനൊരു ബെനഡിക്റ്റൻ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു സന്യാസ വൈദികനാണ്. എൻ്റെ ദൈവവിളിയെക്കുറിച്ചും ഈ സന്യാസ ജീവിതത്തിൽ സന്തോഷമായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ജീവിക്കാൻ സാധിക്കുന്നതിലും ഞാൻ എൻ്റെ ദൈവവിളിക്ക് കാരണമായ ചില കാര്യങ്ങളെ പരിശുദ്ധ അമ്മയോട് അനുബന്ധിച്ച് അത് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് എന്നെ ആഗ്രഹിച്ചതും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച ദൈവവിളിയിൽ ജീവിക്കുന്ന വൈദികരെ, സന്യാസ്തരെ എല്ലാവർക്കും വേണ്ടിയും ദൈവത്തെ ആഗ്രഹിക്കുന്ന, അന്വേഷിക്കുന്ന, തേടുന്ന ദൈവമക്കൾ എല്ലാവർക്കും വേണ്ടിയും ഒരു ചെറിയ ഉപകരണമാക്കുവാൻ വേണ്ടി അമ്മ തിരഞ്ഞെടുത്ത വഴികളെക്കുറിച്ചാണ് ഞാൻ എന്നും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ 3 വയസ്സിലുണ്ടായ ഒരു സംഭവമാണ്. എൻ്റെ അമ്മയുടെ വീട് കുട്ടനാട് ചമ്പക്കുളം വലിയാറിൻ്റെ തീരത്താണ്. ഈ ആറിൻ്റെ തീരത്തെ ആറ്റിൽ കളിക്കുവാനും അതിൻ്റെ തീരപ്രദേശത്ത് കളിക്കുവാനും ഒക്കെ വളരെ കുസൃതിയോടുകൂടി കളിച്ചിരുന്ന ഒരു 3 വയസ്സുള്ള പ്രായം ഞാൻ ഓർക്കുന്നു. കൂടാതെ എൻ്റെ മാതാപിതാക്കളെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അവിടെ എൻ്റെ ആൻറ്റിമാരൊക്കെ കുളിച്ചിരുന്ന സമയത്ത് അവരറിയാതെ തന്നെ അവരുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഈ ആറ്റിൽ ചാടി. ചെറുപ്രായമാണ്, 3 വയസ്സുള്ള പ്രായത്തിൽ എങ്ങോട്ട് പോയി അല്ലെ ഒഴുക്കിൽപ്പെട്ടു പോയതൊന്നും മറ്റാരും അറിഞ്ഞില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ അന്വേഷിച്ചപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ എല്ലാവരും കാറാനും കുപാനും വെള്ളം വെക്കാനും തുടങ്ങി. ഈ സമയം അമ്മ മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു. എൻ്റെ കുഞ്ഞ് പോയെന്ന് പറഞ്ഞ് നിലവിളിച്ചു. പക്ഷേ അക്കരെയൊക്കെയുള്ളവർ ഇത് കേട്ട് ബഹളം വെച്ച് എല്ലാവരും ചെറിയ വള്ളങ്ങളിലുമൊക്കെ ആയിട്ട് അന്വേഷിച്ച് തിരച്ചിൽ നടത്തി. അതിൻ്റെ ഫലമായി ഏകദേശം 1/2 കിലോമീറ്റർ അകലെയായിട്ടാണ് വെള്ളത്തിൽ നിന്നും ഒരു ചെറിയ തല കണ്ടു. ആ തല ലക്ഷ്യം വെച്ച് 4 പാടിൽ നിന്നും ആളുകൾ ചെറിയ വള്ളങ്ങളിലോടി എത്തി. അങ്ങനെ ആ തലയിൽ പിടിത്തം കിട്ടി. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ ബോധമൊന്നുമില്ലായിരുന്നു. അമ്മച്ചി പറഞ്ഞതിൽ നിന്ന് ഞാൻ അറിഞ്ഞ ഒരു കാര്യം, അമ്മച്ചി അന്ന് ആറ്റിൻ്റെ തീരത്ത് വെച്ച് പറഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മേ, എൻ്റെ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടണം, അവനെ ഞാൻ നിനക്ക് അടിമ വയ്ക്കുന്നു. പാറേപ്പള്ളിയിൽ മാതാവിനോടാണ് അമ്മ പ്രാർത്ഥിച്ചത്, നേർന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ വലിയ കുഴപ്പം കൂടാതെ ആരോഗ്യവാനായി തിരിച്ച് കുട്ടനാട്ടിൽ നിന്നും എൻ്റെ പിതാവിൻ്റെ വീട് ചങ്ങനാശ്ശേരി മാമൂടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. മാമൂടിലേക്ക് പോകുന്നു. പിന്നെ എന്നെ കുട്ടനാട്ടിലേക്ക് അധികം കൊണ്ടുപോകാറില്ലായിരുന്നു. എങ്കിലും എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു, കുട്ടനാട്ടിലെങ്ങാനും പോയി വെള്ളത്തിൽ പോയാൽ ഇനിയും കിട്ടുന്ന കാര്യം ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊരു ചിന്തയിലായിരിക്കാം. എന്നാൽ വീണ്ടും കുറേ വർഷം 5 വർഷം കഴിഞ്ഞ് 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ 8 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു, വീണ്ടും അവിടെ എത്തി. അവിടെ തന്നെ വള്ളം തുഴയാനുള്ള ഒരു ശ്രമം നടത്തി.
കുഞ്ഞു പ്രായത്തിൽ തന്നെ വള്ളം തുഴയാൻ ശ്രമിച്ചതാണ്. അത് പക്ഷേ പാടത്ത് വെള്ളം കയറ്റിയിട്ടിരുന്നിടത്താണ്. അവിടെയും പാടത്താണെങ്കിലും ഏകദേശം ഒരാൾ പൊക്കമൊക്കെ വെള്ളം ചില ഭാഗങ്ങളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് പെട്ടു, വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവിടെയും പഴയ പോലെ തന്നെ ആളുകളൊന്നും അന്വേഷിച്ചിട്ട് കണ്ടില്ല. പിന്നെ അവസാനം അവരെന്തോ ഒരു കമ്പിട്ടു തോണ്ടി നോക്കിയപ്പോഴാണ് കുഞ്ഞ് പൊങ്ങി വന്നത്. കുഞ്ഞെല്ലാം അന്ന് 8 വയസ്സുള്ള ബാലനായ പൊങ്ങി വന്നു. അന്ന് അമ്മച്ചി ദേഷ്യപ്പെട്ട് അടിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ജീവൻ രക്ഷിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. വീണ്ടും നാട്ടിൽ വന്നു കഴിഞ്ഞ ചങ്ങനാശ്ശേരിയിലൊരു തോട്ടിൽ, മാമൂടിനോടടുത്ത് വീടിൻ്റെ പറമ്പിനടുത്തുള്ള തോട്ടിൽ വെള്ളം പൊങ്ങിയപ്പോൾ അവിടെ വെള്ളപ്പൊക്കത്തിൽ തേങ്ങ ഒഴുകി വരുന്നത് കണ്ടുകൊണ്ട് കുഞ്ഞ് 12 വയസ്സുള്ള പ്രായം ചാടി ഇറങ്ങി കൂട്ടുകാരുടെ കൂടെ ഓടി വെള്ളത്തിൽ ചാടി. പക്ഷേ നില കിട്ടിയില്ല, പിടുത്തം കിട്ടിയില്ല. ഒഴുകി താഴോട്ട് ശക്തമായിട്ട് ഒഴുകാൻ തുടങ്ങി. ആ ഒഴുക്കത്തിൽ കലക്കവെള്ളം കുറേ കുടിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനും അതേ അപകടത്തിൽപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഇച്ചിരി വെള്ളത്തിൽ പരിചയം ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് വെള്ളത്തിൽ സൈഡിലൊരു കമുകിൻ്റെ വേരിൽ പിടിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ നിക്കറിൽ പിടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും രക്ഷപ്പെട്ടത്. ഇത് മാതാവിനെ അമ്മയെ അടിമ വെച്ച് അമ്മ ഇങ്ങനെയൊരു ലക്ഷ്യത്തോടു കൂടി എന്നെ സംരക്ഷിച്ചതാണ് എന്ന് ദൈവവിളി സ്വീകരിച്ചപ്പോഴാണ് ഞാനത് തിരിച്ചറിയുന്നതും അത് അംഗീകരിക്കുകയും അതിൻ്റെ പേരിൽ എനിക്കിങ്ങനെ ഒരു വലിയ സംരക്ഷണത്തിലൂടെ ജീവൻ പല പ്രാവശ്യം തിരിച്ചു തന്ന് അമ്മ ഒരു പുതിയ ജീവനിലേക്ക് എന്നെ നയിക്കുന്നതിൽ ഞാൻ നന്ദിയോടുകൂടിയാണ് ഇന്ന് അമ്മയുടെ തിരുസന്നിധിയിലായിരിക്കുന്നത്. താപസശ്രേഷ്ഠനായ ഈ പുരോഹിതൻ്റെ ജീവിതം ഇപ്രകാരം ആയിത്തീർന്നതിന് പിന്നിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയുണ്ട്. പൗരോഹിത്യത്തോട് തെല്ലും താൽപ്പര്യമില്ലാതിരുന്ന ബാല്യകാലം, ധനസമ്പാദനത്തിൻ്റെ വിവിധ മാർഗങ്ങളിലൂടെ കടന്നുപോയി ബസ് തൊഴിലാളിയും പിന്നീട് മുതലാളിയുമൊക്കെയായി മാറിയ യൗവനകാലം. എന്നാൽ ഇവിടെയെല്ലാം ജീവിതം നേർവഴിക്ക് നയിക്കുന്ന നല്ല അമ്മയുടെ കരം ഈ തോളിൽ എന്നും ഉണ്ടായിരുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ പരിശുദ്ധ അമ്മയെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഒത്തിരി നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ അമ്മയ്ക്ക് നന്ദി പറയാറുണ്ട്. കാരണം ഞാൻ ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പലരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്, കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ബസ് സർവീസ് ആദ്യ ബസ്സിൽ ജോലി ചെയ്തു, പിന്നീട് ബസ് ഉടമയായി. ഈ സാഹചര്യത്തിൽ ദൈവവിളിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെയും സഭയെക്കുറിച്ച് കുറച്ചൊക്കെ വിമർശനത്തിലുമൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ 1987 എനിക്കൊരു തളർച്ച ബാധിച്ചു. ഒരു 3 മാസത്തോളം കംപ്ലീറ്റ് തളർന്നു കിടന്ന ഒരവസ്ഥ. ഈ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയോട് എനിക്കൊരു നല്ല ബന്ധവും പ്രാർത്ഥനയും ഒരു അടുപ്പവും ഉണ്ടായിരുന്നു. 13-ാമത്തെ വയസ്സിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു തുടങ്ങി. ദിവ്യ ഈശോയെ പ്രസവിക്കുന്നതിന് മുൻപ് കന്യകയായിരുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായി പരിപാലിക്കണമേ. രണ്ടാമത് ദിവ്യ ഈശോയെ പ്രസവിച്ചപ്പോൾ കന്യകയായിരുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായി പരിപാലിക്കണമേ. മൂന്നാമത് ദിവ്യ ഈശോയെ പ്രസവിച്ചതിന് ശേഷവും കന്യകയായിരുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായി പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് ഒരു ദിവസത്തിൻ്റെ പല പ്രാവശ്യവും ഈ ബസ്സിലൊക്കെ ജോലി ചെയ്യുമ്പോഴും ബസ് ഉടമയായിട്ട് നടക്കുമ്പോഴുമൊക്കെ ഈ പ്രാർത്ഥന മുടങ്ങിയിരുന്നില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പൊതുവേ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടും മറ്റ് ചീത്ത കൂട്ടുകെട്ടോ ചീത്ത സ്വഭാവങ്ങളോ ഒന്നും ഇല്ലാതെ നടന്നിരുന്ന ഒരു സമയത്താണ് ഞാനിങ്ങനെ തളർന്നു പോകാനിടയായത്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ അമ്മയ്ക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായിട്ട് നടന്നിട്ടും ഇങ്ങനെ ഇത്രയും നല്ലവനായിട്ട് നടന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു രോഗം തന്നത്, എന്നെ ഇങ്ങനെ തളർത്തിയത്? അവിടെ ഉത്തരവൊന്നും കിട്ടിയില്ല. അതിനാൽ തന്നെ ഞാൻ അമ്മയിൽ നിന്നൊക്കെ കുറച്ച് നകന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. കാരണം ശാരീരികമായിട്ട് ഒത്തിരി വേദനയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. പരസഹായം കൂടാതെ എഴുന്നേറ്റിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കില്ലാത്ത
ഒരു 3 മാസക്കാലം ശരിക്കും ശുദ്ധീകരിക്കുന്ന സഹനത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ തന്നെ കടന്നുപോയ മാസങ്ങളായിരുന്നു അത്. അപ്പോൾ ഈ അവസരത്തിലാണ് ഞാൻ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ വീട്ടിൽ പ്രാർത്ഥിച്ചു. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് സൗഖ്യം കിട്ടി. അപ്പോൾ തീരുമാനിച്ചു, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി അൽഫോൻസാമ്മയെ പോലെയും ഫ്രാൻസിസ് അസീസിയെ പോലെയൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, അങ്ങനെ ജീവിക്കും എന്നൊരു വാഗ്ദാനം എൻ്റെ ഉള്ളിലുണ്ടായി. എന്നാൽ എനിക്ക് ബസ് വിറ്റ് കിട്ടണമായിരുന്നു. അതുമല്ലാതെ എനിക്ക് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവവിളി സ്വീകരിക്കുക അസാധ്യമായിരുന്നതിനാൽ ഇതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരു ദിവസം പറഞ്ഞ്, ഇന്ന ദിവസത്തിനകം എനിക്ക് ബസ് വിറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പോകും. ബസ് വിറ്റാൽ എനിക്ക് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ സന്യാസ വിളി സ്വീകരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞിരുന്ന ദിവസത്തിന് 2 ദിവസം മുൻപ് തന്നെ എൻ്റെ ആ ബസ് വിൽക്കുവാൻ ഇടയാവുകയും ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ആ വിളിയോട് യേസ് പറഞ്ഞ് തീരുമാനിച്ചു, ഇനിയും ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ വീണ്ടും അടുത്തുകൂടി. അവരൊക്കെ പറഞ്ഞു, നമുക്കിനി ഒരു ബിസിനസ് ചെയ്യാം, നീ ഇങ്ങനെ സന്യാസം എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ പറ്റുകയില്ല. ആ സാഹചര്യത്തിൽ എനിക്കും ഒരു ചിന്ത വീണ്ടും എൻ്റെ മനസ്സിലുണ്ടായി, ലോകത്തിലേക്ക് തന്നെ പോകാം, ലോകത്തിൽ ജീവിക്കാമെന്നൊക്കെ. ഈ സാഹചര്യത്തിൽ ഞാനും 2 ഫ്രണ്ട്സോടെ കൂടി ഒരു ബിസിനസ്സിന് വേണ്ടി പ്ലാൻ ചെയ്തു. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി. ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് സാമ്പത്തികമായിട്ട് അവരുടെ ഒപ്പം ഷെയർ എടുക്കാൻ ഇല്ലാതെ വന്നു. കാരണം ഞാൻ ഈ ബസ് കിട്ടിയ പൈസ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിരുന്നു, അത് കിട്ടിയില്ല, ഇന്നുവരെയും കിട്ടിയിട്ടുമില്ല അത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു, ഇനി എന്താണ് എൻ്റെ വഴി. അപ്പോൾ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം ആലോചിക്കാം, അങ്ങനെ കുടുംബജീവിതത്തിലെ ബിസിനസ്സിലെ കൂടുതൽ പണം മുടക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. ഏതായാലും മറ്റൊന്നും ചിന്തിക്കാനില്ല, ഇനി വിവാഹ ജീവിതത്തിലേക്ക് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വിവാഹ ജീവിതത്തിന് തീരുമാനിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടപാടുകാരും വീടുകാരും ഒക്കെ ആയിട്ട് ആലോചിച്ചു. ഞാനും സമ്മതിച്ചു. ഉറപ്പീരിന് ദിവസവും നിശ്ചയിച്ചു. അതിനൊരു 3 ദിവസം മുൻപ്, ഉറപ്പിക്കുന്നതിൻ്റെ 3 ദിവസം മുൻപ് എനിക്ക് ആകപ്പാടെ മനസ്സസ്വസ്ഥമായി. എൻ്റെ മനസ്സിലെ ഒരു കുറ്റബോധം തോന്നി. ഞാൻ ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്തു, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയെന്ന്. എന്നാലിപ്പോൾ ഇതാ വീണ്ടും അതെല്ലാം ഉപേക്ഷിച്ച് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരോട് വാഗ്ദാനം ചെയ്യാൻ പോകുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു വഞ്ചനയുടെയും കളിപ്പീരിൻ്റെ ഒരു ജീവിതമായി മാറുമോ എന്നൊക്കെ ഒരു സംശയവും അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി മാതാവിനോട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി, എന്നെക്കുറിച്ചുള്ള അമ്മയുടെ പ്ലാൻ എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. രാവിലെ ബസ്സിൽ കയറി പാറേപ്പള്ളിയിൽ പോയി. പാറേപ്പള്ളിയുടെ വാതിക്കൽ ബസ് ഇറങ്ങുമ്പോൾ ഈ പള്ളിയുടെ വാതിക്കൽ കുരിശടിയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു കാറിൽ വന്ന് 2 സന്യാസിമാർ ഇറങ്ങി. ഈ സന്യാസിമാരിറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് 2 സന്യാസിമാർ പള്ളിയിലേക്ക് കയറി പോകുന്നത് കാണുന്നത്. ഏതായാലും മാറി നിന്ന് അത് വീക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ ഞാൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. പാറേപ്പള്ളിയിൽ ഞാനിടയ്ക്കെല്ലാം വിസിറ്റ് കഴിക്കാറുള്ളതാണ്. ജോലിയായിരുന്നപ്പോഴും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിരുന്ന സമയത്തും അമ്മയുടെ സന്നിധിയിൽ ഒരു ആശ്വാസം കണ്ടെത്തുക, അഭിപ്രായം ചോദിക്കുക, വിഷമങ്ങളിലും വേദനിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അമ്മയിൽ നിന്ന് ആശ്വാസം തേടി, സഹായം തേടി, സംരക്ഷണം തേടി പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിലും അമ്മയുടെ അടുത്ത് വന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, എന്നെക്കുറിച്ചുള്ള അമ്മയുടെ പ്ലാൻ എന്താണ്. സന്യാസ ജീവിതമാണെങ്കിൽ എനിക്ക് ഫ്രാൻസിസ് അസീസിയെ പോലെ ഒരു വിശുദ്ധ സന്യാസിയായി ജീവിക്കണം. കുടുംബജീവിതമാണെങ്കിൽ എനിക്ക് ഭാര്യയായി തരുന്ന പെൺകുട്ടി എൻ്റെ മാതാപിതാക്കൾക്ക് വിധേയമായിട്ടും അവരെ സ്നേഹിക്കുന്നവളും അവർക്ക് പ്രിയപ്പെട്ടവളുമായ ഒരു പെൺകുട്ടിയായിരിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സന്യാസിമാർ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അൾത്താരയുടെ അടുത്ത ഭാഗത്ത് തന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറകിൽ ഭിത്തിയിൽ ചാരിയിരുന്നാണ് ഞാൻ മാതാവിനോട് ഇങ്ങനെ എൻ്റെ ആവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഞാൻ ആ ഇരിപ്പിൽ മയങ്ങിപ്പോയി. എൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നെങ്കിലും മയക്കത്തിലായിരുന്നു പിന്നീട് എൻ്റെ പ്രാർത്ഥന. ഈ സമയത്ത് ഈ മയക്കത്തിൽ ആരോ എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, നീ അവരോട് സംസാരിക്കുക, നീ അവരോട് സംസാരിക്കണം,
നിർബന്ധിച്ച് അവരോട് സംസാരിക്കണം എന്ന് ആവർത്തിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പള്ളിയിൽ ആരുമില്ല, ആ സന്യാസിമാരെ കണ്ടില്ല. അവരെതിലേ പോയി അവർ പോട്ടെന്ന് ഞാൻ വിചാരിച്ചു. വീണ്ടും ഞാൻ അവിടെ കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ആ സ്വരം നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പള്ളിയുടെ മണ്ഡലത്തിൽ വന്ന് നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഈ സന്യാസിമാർ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് പള്ളിയുടെ മുഖവാരത്തിലേക്ക് നോക്കി എന്തൊക്കെയോ സംസാരിച്ച് ഇപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. അവരോട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുരിശുമല ആശ്രമത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. പേര് ചോദിച്ചപ്പോൾ അമലോത്ഭവ ദാസ് എന്നാണ് അതിൽ ചെറുപ്പക്കാരനായ സന്യാസി പറഞ്ഞത്. ഈ പേര് കേട്ടപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഒരു കുളിര് കോരുന്ന അനുഭവം ഉണ്ടായി. കാരണം അമലോത്ഭവ മാതാവിൻ്റെ അടുത്ത് അമലോത്ഭവ ദാസ് ഇതെനിക്ക് വേണ്ടിയാണോ എന്നൊരു വലിയ ചോദ്യം ആണ് എന്നെ അത്രയും കുളിര് കോരാനിടയാക്കിയത്. ഞാൻ അവരുടെ അഡ്രസ്സൊക്കെ മേടിച്ചു. അവരോട് ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാനൊരു അന്വേഷണത്തിലാണ്, ഉത്തരം കണ്ടെത്തുന്നില്ല, അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈ സന്യാസിമാർ പറഞ്ഞു, ആശ്രമത്തിൽ വരിക, അവിടെ വന്ന് ഒരാഴ്ച താമസിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അഡ്രസ്സൊക്കെ മേടിച്ച് ഞാൻ പോക്കറ്റ് ഇട്ടുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞു. അവർ വന്ന സാഹചര്യം പറഞ്ഞു. അവർ ഈ അമലോത്ഭവ ദാസിൻ്റെ കൈ വെച്ച് കെട്ടി ഞാൻ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ കൈ ആശ്രമത്തിൽ വെച്ച് ഒടിഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്തിട്ട് പാലായിലും കോട്ടയത്തൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് സുഖമായില്ല. അപ്പോൾ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, ഫേമസ് ആയിട്ടുള്ള ഡോക്ടറുണ്ട്, അവിടെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അവരുടെ ബ്രദറിൻ്റെ സർജറിയൊക്കെ വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ചങ്ങനാശ്ശേരിക്കാരനൊരാൾ കുരിശുമല ആശ്രമത്തിലെ ഒരു സന്ദർശകനും ഒരു ഭക്തനുമായിരുന്ന വ്യക്തി ഇവരെ കണ്ടുമുട്ടുകയും ഇവരെ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി ഈ പാറേപ്പള്ളിയുടെ വാതുക്കൽ കൊണ്ടത് ഇറക്കി വിട്ടതായിരുന്നു. അതിൻ്റെ സാഹചര്യവും അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്, അതിശയം തോന്നിയത്. അമ്മ എനിക്ക് വേണ്ടി ഇടപെട്ടതും മറ്റുള്ളവരെ ഉപകരണങ്ങളാക്കിയതും. ഈ സഹോദരൻ ആ സന്യാസിമാരോട് പറഞ്ഞു, നിങ്ങൾ പാറേപ്പള്ളി കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, ഞങ്ങൾ പാറേപ്പള്ളി കേട്ടിട്ടുണ്ട്, പാറേപ്പള്ളി കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. ഈ കാറിൽ വന്ന കാറിൻ്റെ ഉടമ പറഞ്ഞു, ഞാൻ അവിടെ കൊണ്ട് ഇറക്കി വിടാം. അങ്ങനെ അദ്ദേഹം ഇറക്കി വിട്ടതായിരുന്നു ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്ന 2 സന്യാസിമാരെ കണ്ട സാഹചര്യം. ഞാനിതെല്ലാം ഓർത്തപ്പോൾ ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിലകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ദേവാലയത്തിൽ. ഞാൻ അമ്മയുടെ മുഖത്തേക്ക്, ആ രൂപത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ രൂപം പ്രകാശപൂരിതമാകാൻ തുടങ്ങി. ഒപ്പം തന്നെ അമ്മയുടെ രൂപം വലുതായി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. വലുതാകുക മാത്രമല്ല, ജീവൻ തുടിക്കുന്ന, സംസാരിക്കുന്ന ഒരു സ്ത്രീയായി, വാത്സല്യമുള്ള പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള അമ്മയായിട്ട് തന്നെ എനിക്ക് കാണപ്പെടാൻ ഇടയായി. അമ്മ ആ അവസ്ഥയിൽ എന്നോട് പറഞ്ഞു, നിന്നെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ഒരുക്കിയത്. ഞാനും എൻ്റെ തിരുക്കുമാരനും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി നീ മറ്റൊന്നും ചിന്തിക്കേണ്ട, നിൻ്റെ വിളി ഇതാണ്. ഞാനവിടെ എല്ലാം മറന്ന് കുറേ സമയം ഇരുന്നു. അമ്മയ്ക്ക് മറുപടി കൊടുത്തു. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വേണ്ടി, ഇതാ ഞാൻ നിൻ്റെ ദാസൻ. അങ്ങനെ വാഗ്ദാനം ചെയ്തു. കുറേ സമയം കൂടെ ഇരുന്നപ്പോൾ അമ്മ പഴയ രൂപമായി മാറി. പിന്നീട് സാധാരണ ആ രൂപത്തിന് മുന്നിൽ നന്ദി പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചത് അറിഞ്ഞില്ല, വിശപ്പോ ദാഹം ഒന്നും അറിഞ്ഞില്ല. തീരുമാനമെടുത്തിരുന്നു ഇനിയും എത്രയും പെട്ടെന്ന് കുരിശുമല ആശ്രമത്തിലെത്തുക. അങ്ങനെ കുരിശുമല ആശ്രമത്തിലെത്തിയപ്പോൾ ആദ്യം ഞാൻ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തിയതിൻ്റെ ജനൽ സൈഡിലായിട്ട് ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നെ പെട്ടെന്ന് അതെടുക്കണം, വായിക്കണം എന്നൊരു തോന്നിച്ചു. ഞാൻ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം, കാനായിലെ വിവാഹ വിരുന്ന്. എൻ്റെ കണ്ണുടക്കിയത് 5-ാമത്തെ വാക്യമാണ്. അവൻ പറയുന്നത് ചെയ്യുക. പരിശുദ്ധ അമ്മ ആ കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോയോട് മാധ്യസ്ഥം വഹിക്കുകയും അവൻ പറയുന്നത് ചെയ്യുക എന്ന് അവനിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ആകർഷിച്ചു.
അമ്മ ഇടപെട്ടു. എന്നെ സന്യാസ വിളിയിലേക്ക് കൊണ്ടുവന്ന് ഇനിയും ഈശോയിലേക്ക്, ഈശോ പറയുന്നത് അനുസരിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ആണ് എന്നൊരു ബോധ്യം അവിടെ വെച്ച് ഉറച്ചു കിട്ടി. അങ്ങനെ അന്നു മുതലാണ് ഈശോയോട് കൂടുതലൊരു ബന്ധവും ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടായത്. പിന്നീട് തുടർച്ചയായിട്ട് തന്നെ വെളുപ്പിനെ 3 മണിക്ക് 3:45 അവിടെ മണിയടിക്കുന്നത്. എങ്കിലും നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെയും ദിവ്യകാരുണ്യ സന്നിധിയിലും പ്രാർത്ഥിക്കുവാനുമുള്ള വലിയ ഒരു ആഗ്രഹവും തീഷ്ണതയും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ